ചിത്രയാട്ട സമയത്ത് ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ കോഴിക്കോട് NDA സ്ഥാനാർത്ഥിയായ KP പ്രകാശ് ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. വധശ്രമവും ഗൂഢാലോചനയും ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അനന്തു രാമചന്ദ്രൻ വിവരങ്ങൾ നൽകും. അനന്തു, കൂടുതൽ വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ നടപടിയാണ് അദ്ദേഹത്തിന്മേലുണ്ടായത്? ചിത്രയാട്ട സമയത്ത് ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റും കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥിയുമായ KP പ്രകാശ് ബാബുവിന്റെ ജാമ്യാപേക്ഷ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയതും അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതും. അതോടൊപ്പം തന്നെ നാളെ അദ്ദേഹത്തെ ജില്ലാ കോടതിയിൽ ഹാജരാക്കുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും പറഞ്ഞു. പ്രധാനമായും ആറന്മുളയിൽ ശബരിമല പ്രതിഷേധവുമായി ബന്ധപ്പെട്ടൊരു കേസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ബോണ്ട് നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ അദ്ദേഹം ബോണ്ട് നൽകിയില്ല. അതേ സാഹചര്യത്തിൽ അതിന്റെ ജാമ്യവും കോടതി റദ്ദാക്കി. ഈ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ പമ്പ പോലീസ് സ്റ്റേഷനിലെത്തി പ്രകാശ് ബാബു കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് അദ്ദേഹം NDAയുടെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിന് ജാമ്യം നൽകണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ കോടതി പറഞ്ഞു അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ആ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് തന്നെ കോടതി പറയുകയും അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നൊരു വാദം കൂടി കോടതിയിൽ നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷയുമായി അദ്ദേഹം പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. മറ്റ് കേസുകൾക്ക് ഭാഗമായിട്ടല്ല ഇന്ന് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ എത്തിച്ചത്. അതായത് ശബരിമലയിൽ ചിത്രയാട്ട സമയത്ത് തൃശൂർ സ്വദേശിയായ യുവതിയെ ആക്രമിക്കാൻ നടത്തിയ ശ്രമത്തിന്റെ പേരിലുള്ള കേസിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അനന്തു രാമചന്ദ്രൻ, പത്തനംതിട്ടയിൽ നിന്ന്.